വിജയിയുടെ പിന്നിൽ ബി ജെ പി കൂടെ വന്നാൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ഒരു ഭരണമാറ്റം സാധ്യമാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞു അവിടെ ഒരു വർഗീയ പ്രശ്നം ഉണ്ടാവില്ല, താങ്കളുടെ സർക്കാരായിട്ട് വർഗീയ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് ഹൈക്കോടതി പരാമർശിക്കേണ്ട വിധത്തിൽ വരെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമിത്ഷാ കഴിഞ്ഞ ആഴ്ച അവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് കറക്റ്റായിട്ടുള്ള ഒരു നിഗമനത്തിൽ ഹൈക്കോടതിയും വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കാണാം. കേരളത്തിലേക്കാൾ കൂടുതൽ ഭരണവിരുദ്ധ വികാരത്തിൽ മുങ്ങി നിൽക്കുന്നതാണ് സ്റ്റാലിൻ്റെ ഭരണം. സ്റ്റാലിൻ്റെ ഭരണം കൊണ്ട് അവിടെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പക്ഷേ ജനങ്ങൾക്കൊരു ഓപ്ഷൻ ഇല്ല, ജനങ്ങൾക്ക് മറ്റൊരാളെ കണ്ടെത്താനില്ല. ജനനായകൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ തന്നെ ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു കാഹളം കൂടെയാണ്. മറ്റൊരു എം ജി ആർ ആയിട്ട് റിക്ഷക്കാരൻ വന്ന പോലെ മറ്റൊരു എം ജി ആർ ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു കാഹളം കൂടെയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് തമിഴ്നാട്ടിൽ വലിയ വാർത്തയായി. പിന്നീടുണ്ടായ അത്യാഹിതം അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഇടിച്ചു. എന്നാൽ വീണ്ടും അദ്ദേഹം കരുത്താർജിക്കുകയാണ് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമോ? ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ തിരുപ്പുറക്കുണ്ട്രം ഹൈക്കോടതി വിധി, ഈ രണ്ട് ഫാക്ടേഴ്സും തമിഴ്നാട് രാഷ്ട്രീയത്തെ ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിരീക്ഷണമാണ് വരുന്നത്. പരിശോധിക്കാം നമുക്ക് അത് ശരിയോ തെറ്റോ എന്ന്. നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വിജയ് തിരുപ്പുറക്കുണ്ട്രം, ഈ രണ്ട് വിഷയങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും ഇപ്പോൾ വലുതായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രത്തോളം ഒരു സ്വാധീന ഘടകമായി മാറുമെന്നാണ് അങ്ങ് കരുതുന്നത്? ഇതിലിപ്പോൾ അമിത്ഷായുടെ കണക്കുകൂട്ടലിൽ വിജയും തിരുപ്പുറക്കുണ്ട്രവും ബി ജെ പിക്ക് ഒരു തുറുപ്പുചീട്ടായിട്ട് വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണമെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ തിരുപ്പുറക്കുണ്ട്രത്തിൻ്റെ ഹൈക്കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, സ്റ്റാലിൻ ഹിന്ദു വിരോധിയാണ്, സ്റ്റാലിൻ ഹിന്ദുക്കൾക്കെതിരെ നിൽക്കുന്നയാളാണ്, ഹിന്ദു ജാഥകളെ അല്ലെങ്കിൽ മത ആചാരങ്ങളെ എല്ലാം തിരസ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്, തമസ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം എപ്പോഴും ഹിന്ദു വിരുദ്ധതയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ അടുത്ത ഭാവി മുഖ്യമന്ത്രി ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. അദ്ദേഹം എപ്പോഴും ഹിന്ദുക്കൾക്കെതിരായി സംസാരിക്കുന്നു. സനാതനധർമ്മം എന്നത് ഡെങ്കിപ്പനി പോലെയും അതുപോലെ ഒരു വൈറസ് പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നടത്തിയ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സംഭാഷണങ്ങളും അത്തരത്തിലൊക്കെ അദ്ദേഹം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് തമിഴ്നാട്ടിൽ വന്ന് ഭംഗിയായി പ്രസംഗിച്ചിട്ട് പോയതേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഈ തിരുപ്പുറക്കുണ്ട്രത്തെ, നമ്മളിത് മുമ്പ് ചർച്ച ചെയ്തതാണ്, തിരുപ്പുറക്കുണ്ട്രത്തെ ദീപം തെളിയിക്കുന്നതിനുള്ള കാർത്തിക ദിനം ദീപം തെളിയിക്കുന്നതിന് സ്വാമിനാഥൻ ജസ്റ്റിസ് കൊടുത്ത വിധി, അതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമായിട്ടും ഒരു വർഗീയ പ്രശ്നമായിട്ടും ഒക്കെ DMK കൊണ്ടുവരികയും അവിടുത്തെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വിശ്വാസികൾക്കെതിരായിട്ടും വിശ്വാസങ്ങൾക്കെതിരായിട്ടും നിൽക്കുന്നു എന്നൊക്കെ ആക്ഷേപം ഉണ്ടാവുകയും ചെയ്തതാണ്. അത് ഉടനെ തന്നെ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. സുപ്രീം കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ സുപ്രീം കോടതി അത് ഹൈക്കോടതിയിൽ പോയി സെറ്റിൽ ചെയ്യാൻ പറയുന്നു. ഹൈക്കോടതി അതിന് സ്റ്റേ കൊടുക്കാതിരിക്കുന്നു. ഉടനെ തന്നെ അവിടെ വർഗീയ കലാപം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ DMK ഉണ്ടാക്കുന്നു. ഉടനെ ഇത് കണ്ടുകൊണ്ട് 120 പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒപ്പിട്ടുകൊണ്ട് ഈ സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു നടപടിയുമായിട്ട് DMK നീങ്ങുന്നു. ഇന്ത്യ മുന്നണി അതിനൊപ്പം സപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് ഹൈക്കോടതി ഇത് റീകൺസിഡർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് യാതൊരു കഥയുമില്ല. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇതിനകത്ത് യാതൊരു കഥയുമില്ല. അത് അവിടെ പണ്ട് മുതലേ ഹിന്ദുക്കൾ ആരാധിച്ചു വന്നിരുന്ന ഒരു ക്ഷേത്രവും അവിടുത്തെ ദീപം തെളിയിക്കലും ഒക്കെയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായി അത് രണ്ടായി പോയത്. അതിൽ 13-ാം നൂറ്റാണ്ടിലെ ഒരു അലാവുദ്ദീൻ എന്ന് പറഞ്ഞ ഡൽഹി ഭരണാധികാരിയുടെ സാമന്തനായിട്ട് ഇവിടെ വന്ന ഒരു മാലിക്കാണ്. മാലിക്കിൻ്റെ പിന്തുണക്കാരനായിട്ട് വന്ന സിക്കന്ദർ ഷാ, അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിനെ വിജയനഗര രാജാക്കന്മാർ വധിക്കുകയാണ് ചെയ്തത്. അന്ന് സംസ്കരിക്കാൻ കൊടുത്ത ഒരു സ്ഥലമാണ് ഈ മലയുടെ ഒരു സൈഡ്. അപ്പോൾ അത് പിന്നീട് അത് അവിടെ ഒരു ആരാധനാലയം പോലെ അവർ സൂക്ഷിക്കുകയാണ് ചെയ്തത്. അതാണ് പിന്നീട് ജീവിതത്തിൽ
രണ്ടായിട്ട് വന്നതും അതിനു ശേഷവും പല വിധികൾ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഈ പ്രദേശത്തെ പിന്നെ തിരുപ്പുറക്കുன்றത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ പില്ലർ വരുന്ന ഭാഗത്ത് ഹിന്ദുക്കൾക്ക് പ്രവേശനവും കാര്യങ്ങളൊക്കെ അനുവദിച്ചിരുന്നതാണ്. അപ്പം അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് സ്റ്റാലിൻ സർക്കാർ പലപ്പോഴും പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് വന്ന ഹൈക്കോടതി വിധി പോലും തെറ്റിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നമായിരുന്നത്. അപ്പോൾ അത് വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുകൂലമായിട്ട് വന്നപ്പോൾ സ്റ്റാലിന് ശരിക്കും അതൊരു വെട്ടായി വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞു അവിടെ ഒരു വർഗീയ പ്രശ്നം ഉണ്ടാവില്ല, താങ്കളുടെ സർക്കാരായിട്ട് വർഗീയ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് ഹൈക്കോടതി പരാമർശിക്കേണ്ട വിധത്തിൽ വരെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമിത്ഷാ കഴിഞ്ഞ ആഴ്ച അവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് കറക്റ്റായിട്ടുള്ള ഒരു നിഗമനത്തിൽ ഹൈക്കോടതിയും വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കാണാം. ഈ ഒരു വിഷയത്തിൽ തമിഴ്നാട് സംസ്ഥാന സർക്കാരിനൊരു വാശിയുള്ളതുപോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്തരത്തിൽ വാശിയിൽ മുന്നോട്ട് പോകുന്നു, ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഏതായാലും അമിത്ഷാ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലേക്കാണ് വരുന്നത്. എന്തായാലും അമിത്ഷാ ഇതൊരു തുറുപ്പുചീട്ടായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ ഹൈക്കോടതി ഇപ്പം ശരിവച്ചിരിക്കുന്ന മട്ടിലാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ വിജയിലേക്ക് പോകുമ്പോൾ ഇതിനൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് വിജയ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയിയുടെ റാലികളിൽ ഇപ്പോഴും ജനപങ്കാളിത്തം വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ എഴുതിത്തള്ളാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു ബോധ്യമായിരിക്കുന്നു തമിഴ്നാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്. DMK ആയാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ തന്നെയും BJP ആണെങ്കിൽ തന്നെയും അങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് വിജയുടെ രാഷ്ട്രീയ ഭാവി ഈസിക്കൽ ടു തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എന്ന് നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരുന്ന ആളുകൾ വിജയ് കൺട്രോൾ ചെയ്യുമോ തമിഴ് രാഷ്ട്രീയം? വിജയിയുടെ പിന്നിൽ BJP കൂടെ വന്നാൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ഒരു ഭരണമാറ്റം സാധ്യമാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ വിജയുടെ ഇപ്പോൾ ADMKയും പിന്നെ BJPയുമായൊരു സഖ്യമുണ്ടാക്കിയ ഒരു NDA നിൽപ്പുണ്ട്. ആ NDA ഒരുവിധം ശക്തമാണ്. പക്ഷേ എന്നാൽ പോലും വിജയെ പോലുള്ള ക്രൗഡ് പുള്ളറെ കൂടെ കിട്ടിയാൽ അത് കൂടുതൽ ഫലവത്താക്കി DMK നിലംപരിശാക്കാൻ കഴിയുമെന്നുള്ളതാണ് അമിത്ഷായുടെ രാഷ്ട്രീയ ചാണക്യതന്ത്രം. അതൊരു ഓപ്പൺ കൂട്ടുകെട്ടായിരിക്കുമോ? ഓപ്പൺ കൂട്ടുകെട്ടായിട്ട് വരാനായിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. അതിനായിട്ട് അണ്ണാമലയെ മാക്സിമം BJP ഉപയോഗിക്കുന്നുണ്ട്. അണ്ണാമലയും വിജയും തമ്മിലൊരു ഐക്യമുണ്ടാക്കാനും വിജയ്ക്ക് ഈ ഗതികെട്ട കാലത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കാൻ അണ്ണാമലൈ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് അണ്ണാമലൈ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ളത്. അതെ, ഈ പിന്നെ DMK അദ്ദേഹത്തിനെതിരെ കേസ് ചുമത്തിയപ്പോഴും ഒക്കെ സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്നത് അദ്ദേഹമായിരുന്നു. അത് ഈ വിഷയം CBIയിൽ എത്തിക്കാനുമൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ശ്രമങ്ങളെല്ലാം വിജയെ രക്ഷിക്കാനാണെന്നുള്ള ഒരു പരിവേഷവും അന്നുണ്ടായിരുന്നു. ആ ഒരു ദുരന്തത്തിൽ വിജയ് ആകെ പ്രതിസന്ധിയിലായ സമയത്ത് അണ്ണാമലൈ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു കെയർ ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. നമ്മളെല്ലാവരും കരുതി അണ്ണാമലൈ വളരെ ശക്തമായ രീതിയിൽ വിജയ്ക്കെതിരെ ആഞ്ഞടിക്കുമെന്ന്. പക്ഷേ ഉണ്ടായില്ല. വിജയെ സംരക്ഷിക്കുന്ന തരത്തിൽ വിജയെ പൊതിഞ്ഞ് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചു. ഒരു സീസൺഡ് പൊളിറ്റീഷ്യനെ പോലെയാണെന്ന് അണ്ണാമലൈ സംസാരിച്ചത്. ഒപ്പം തന്നെ വിജയെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം തന്നെ, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാതെ പിടിക്കുന്നതിനൊപ്പം തന്നെ, പരോക്ഷമായി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ സ്റ്റാലിനെ ആക്രമിക്കുകയും ചെയ്തു. സ്റ്റാലിൻ എന്ത് ചെയ്തു ഈ ദുരന്തമുണ്ടാകാതിരിക്കാൻ? ദുരന്തമുണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഈ ചോദ്യമാണ് ഉന്നയിച്ചത്. ജനങ്ങൾക്ക് മുന്നിലേക്ക് ആ ചോദ്യം ഇട്ടുകൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ആ ഒരു സമീപനം എനിക്ക് തോന്നുന്നു വിജയുടെ ചിന്താഗതി മാറ്റിയിട്ടുണ്ടാകണം, BJPയോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടാകണം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തു നിന്നും കല്ലേറ് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഒരു ഷീൽഡും ഒരു തലോടലും ഒരു പൂമാല അണിയിക്കലും വന്നത് അണ്ണാമലയുടെ ഭാഗത്തു നിന്നാണ്, BJPയുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളത് വിജയെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കണം. കാരണം അന്ന് സപ്പോർട്ടുമായിട്ട് നിന്ന് അവർ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, വിജയുടെ പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു എന്നതിന് അപ്പുറം അണ്ണാമലൈ വേറൊരു കാര്യം കൂടി ചെയ്തു. എനിക്ക് ഈ BJP രാഷ്ട്രീയം ഏതാണ്ട് മടുത്തു, ഞാനിങ്ങനെയാണെങ്കിൽ രാജിവെച്ചിട്ട് സ്വന്തമായിട്ട് നിൽക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ പലരും വീക്ഷിച്ചത് അത് അമിത്ഷായുടെ ഒരു തന്ത്രമാണോ എന്നാണ്. അതായത് അണ്ണാമലൈ അന്ന് BJPയിൽ നിന്ന് രാജിവെപ്പിച്ചിട്ട് വിജയുടെ കൂടെ കൂട്ടി വിജയുടെ ലെഫ്റ്റനൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് പിന്നീട് BJPയുമായി എടുക്കുന്ന ഒരു തന്ത്രമാണോ ഇതെന്ന് വരെ പലരും രാഷ്ട്രീയ നിരീക്ഷകർ സംശയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വിജയ് സ്റ്റാൻഡ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഒന്ന് തണുപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളി DMK മാത്രമാണ്. പിന്നെ എന്നെ മുഖ്യമന്ത്രിയായിട്ട് സ്വീകരിക്കാൻ തയ്യാറുള്ള ആരെയും
ഞാൻ അനുകൂലിക്കും. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രി പദമല്ല അവർക്ക് ആവശ്യം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചൂടുറപ്പിക്കുക. തെക്കൻ കേരളത്തിലെ ഒരു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം തങ്ങളുടെ കൈവശമാക്കുക എന്നതാണ്. അതിനുള്ള ഏറ്റവും നല്ല ആയുധം വിജയാണ്, വിജയുടെ പാർട്ടിയാണ്. അതിനോടൊപ്പം അണിനിരന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും DMK അടിച്ചു നിരത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ADMKയുടെ നിന്ന് ഭരണം കിട്ടിയാൽ പോലും DMKക്ക് അവിടെ ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ കഴിഞ്ഞ അപ്പുറമൊന്നും കിട്ടാൻ പോണില്ല. അപ്പോൾ അത് വിജയായാലും കുറച്ചുകൂടെ നല്ലതാണ്. ഒരുപക്ഷെ കുറേ കൂടെ ഗ്രൗണ്ടിലുള്ള ഒരാളെ കിട്ടുകയും ADMKക്ക് ഒരു ഡെപ്യൂട്ടി, BJPക്ക് ഒരു ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, വിജയ് ചീഫ് മിനിസ്റ്റർ എന്ന രീതിയിൽ ഒരു ഫോർമുലയും ഒത്തുവരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അമിത്ഷായുടെ തന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അമിത്ഷാ ഏത് തരത്തിലുള്ള നീക്കമാണ്? അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇപ്പോൾ ബീഹാറിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പ് പോലെ, അല്ലെങ്കിൽ ഒറീസ നടന്ന ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോലെയോ അല്ല BJPക്ക് ഇത്. കാരണം വെസ്റ്റ് ബംഗാളിൽ ഇത്തവണ പിടിക്കും എന്ന് പറഞ്ഞാലും അവിടെ തറ ശരിയല്ല. അതൊരു വലിയ മൽപ്പിടുത്തത്തിലൂടെ അത് പിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഇപ്പം കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ വരുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഇത്തരത്തിലുള്ള തന്ത്രങ്ങളായിരിക്കും അവർ ഇനി കൈക്കൊള്ളുക. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഇപ്പോൾ കേരളത്തിനേക്കാൾ അവർക്ക് പ്രത്യാശയിൽ വന്നിരിക്കുന്നത്. കേരളത്തിൽ ഇനിയും വർഷങ്ങൾ എന്തായാലും അവർ ഈ ചാപ്റ്ററിൽ എടുക്കുന്നില്ല. അത് ഇപ്പോൾ നിങ്ങൾ മാക്സിമം സീറ്റുകൾ പിടിക്കുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിലും അത് തന്നെയാണ് പറയുന്നത്. ഇനി വിജയമാണ് പ്രധാനം, അല്ലാതെ ഇനി പെർസെൻറ്റേജും കണക്കുമല്ല. ഇനി വിജയമാണ് പ്രധാനം. അതിനെന്ത് വേണം? വിജയത്തിന് വിജയമാണ് നിൽക്കുന്നതെങ്കിൽ ആ വിജയത്തിലേക്ക് നമുക്ക് പോവുക എന്നുള്ളതാണ് ഒരു കണക്ക്. എനിക്കൊന്ന് അപ്പോൾ അവർക്ക് സ്വാഭാവികമായും BJPയുടെ സമീപനം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് സംസ്ഥാനത്തും ഡീലുകൾ ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ഘടകകക്ഷികൾക്ക് പ്രാധാന്യം നൽകുകയും സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സമീപനം, അവരെ ഒരു കാരണവശാലും തള്ളിക്കളയാത്ത രീതിയിലുള്ള സമീപനം അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ. ബീഹാറിൽ നമ്മളത് കണ്ടതാണ്. എന്തായാലും ആ ഒരു സമീപനം തമിഴ്നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വളരെ ശക്തമായൊരു പ്രഹരമായിരിക്കില്ലേ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം? നമ്മുടെ കേരളത്തിലേക്കാൾ കൂടുതൽ ഭരണവിരുദ്ധ വികാരത്തിൽ മുങ്ങി നിൽക്കുന്നതാണ് സ്റ്റാലിൻ്റെ ഭരണം. സ്റ്റാലിൻ്റെ ഭരണം കൊണ്ട് അവിടെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പക്ഷേ ജനങ്ങൾക്കൊരു ഓപ്ഷൻ ഇല്ല, ജനങ്ങൾക്ക് മറ്റൊരാളെ കണ്ടെത്താനില്ല. ഇപ്പോൾ ADMK അതിനൊക്കെ പക്വമായിട്ടില്ല. BJP എന്ന് പറഞ്ഞാലും അത്രത്തോളം നില മെച്ചപ്പെടുത്തിയിട്ടില്ല. ഇവർ രണ്ടും കൂടെ ചേർന്നാലും ഒരുപക്ഷെ സ്റ്റാലിനെ നേരിടാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. വിജയ് മാറി നിന്നാൽ വീണ്ടും പ്രശ്നമാണ്. ഭരണവിരുദ്ധ വികാരം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അത് വിജയ്ക്കും ദോഷമാണ്, BJPക്കും ദോഷമാണ്, ADMKക്കും ദോഷമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ മൂന്നും കൂടെ ഒന്നിച്ച് നിൽക്കുന്നതായിരിക്കും ഇപ്പോൾ നല്ലത് എന്ന് ADMK കൂടെ ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ തരത്തിലൊരു ഡയറക്റ്റ് മുന്നണിയാവുകയോ അല്ലെങ്കിൽ വിജയ് സെപ്പറേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒരു അലയൻസ് പോലെ പരസ്പരം ധാരണയിൽ ഇന്നടത്ത് ഞങ്ങൾ മത്സരിക്കും, ഇന്നടത്ത് നിങ്ങൾ മത്സരിക്കും എന്നുള്ളൊരു ധാരണയെങ്കിലും തൊട്ടില്ല എന്നുള്ളൊരു ഐക്യമോ ഒക്കെ വരാനായിട്ട് ഉള്ള സാധ്യത തമിഴ്നാട്ടിൽ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ DMKയുടെ പതനം, സ്റ്റാലിൻ്റെ പതനം ഒക്കെ സംഭവിക്കാവുന്നതാണ്. അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. അത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തിരിച്ചടി, ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചിന്താഗതികൾ, ഇതൊക്കെ തന്നെ ഒരു വശത്ത് സ്റ്റാലിന് തിരിച്ചടിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഈ കാർത്തിക വിളക്ക്, മുരുകൻ, ഇത് തമിഴ്നാടുകാരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ അയ്യപ്പനാണ് തമിഴ്നാട്ടിലെ മുരുകൻ ഇല്ലാതെ ഒരു കളി അവരില്ല. ഹരഹരോ മുരുകസ്വാമി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശബരിമല അയ്യപ്പനെ വിളിക്കുന്നതിന് തുല്യമായിട്ടാണ് അവരത്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയരത്തിലാണ് അവരത് കണ്ടിട്ടുള്ളത്. അതായത് നമ്മളൊക്കെ ദൈവമേ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് പോലെയാണ് അവർ മുരുക എന്ന് പറയുന്നത്. ഏത് കാര്യത്തിനും ഒരു മുരുക എന്ന് അവസാനത്തെ വിളിയാണ്. മുരുക എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വിളിയാണ്. ആ വിളിയിൽ എല്ലാം കിട്ടും, എല്ലാം രക്ഷപ്പെടും എന്നുള്ളതാണ്. കാരണം വിജയത്തിൻ്റെ പ്രതീകമാണ് മുരുകൻ എന്നുള്ളതാണ്. ഈ തെറ്റിന് എതിരെ വിജയം നേടാനായിട്ടുള്ള, താരകാസുരനെ കൊല്ലാനായിട്ടാണ്, നിഗ്രഹിക്കാനായിട്ടാണ് ശിവൻ മുരുകനെ അയച്ചതെന്നാണ്. അത് പാർവതിയുടെ ശക്തിയും കൂടെ ആവാഹിച്ചുകൊണ്ടാണ്. ആ വേലെന്ന് പറയുന്നത് പാർവതിയുടെ ശക്തിയാണെന്നാണ്. അപ്പോൾ ഇതെല്ലാം ആവാഹിച്ചുകൊണ്ട് വരുന്ന മുരുകൻ എന്ന് പറയുന്നത് തമിഴർക്ക് 6 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ തിരുപ്പുറക്കുണ്ട്രം. നമ്മുടെ പളനി പോലെ, തിരുച്ചെന്തൂർ പോലെ,
ഒക്കെ പ്രധാനപ്പെട്ട 6 ക്ഷേത്രങ്ങളിലൊന്നാണ്. അത് ശിവൻ്റെ നെറ്റിയിൽ നിന്ന് 6 പ്രാവശ്യം അഗ്നി പുറപ്പെട്ടു. ആ 6 അഗ്നി പതിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് തിരുപ്പുറക്കുണ്ടം. അപ്പോൾ ഈ 6 ക്ഷേത്രങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്, പളനി അടക്കം. അതിൽ തിരുപ്പുറക്കുണ്ടത്തിൻ്റെ പ്രാധാന്യം ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ കൊച്ചാക്കി വെച്ചിരുന്നു, ഇല്ലാതാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. വേറൊന്നും കൂടെ വരുന്നുണ്ട്. ഈ മലയുടെ 13 ഏക്കർ ഈ തിരുപ്പുറക്കുണ്ടം ക്ഷേത്രത്തിൻ്റെ വകയാണ്. 1 ഏക്കറുള്ളത് ഈ പിന്നെ ദർഗയുടെ ഭാഗമായിട്ട് മുസ്ലിം കയ്യിലാണ്, അല്ലെങ്കിൽ അവരുടെ ട്രസ്റ്റിൻ്റെ കയ്യിലാണ്. ആ ഭൂമി ഒന്ന് വികസിപ്പിച്ചെടുക്കാനും കൂടെ, അതായത് ഒരു ഭൂമി വിവാദവും കൂടെ അതിനകത്ത് ഉണ്ട്. ഭൂമി പിടിച്ചെടുക്കൽ ഒരു തന്ത്രവും കൂടെ ഉണ്ട്. 1 ഏക്കർ എന്നുള്ളത് കൂട്ടുക, ആ ഒരു പ്രദേശം മുഴുവൻ അവരുടേത്, ഈ ഒരു പ്രദേശം ഇപ്പുറത്ത് വെട്ടിപ്പിടിച്ച് കുറച്ച് നേടുക എന്നുള്ളതും ഒരു തന്ത്രമായി പറയുന്നു. അതിന് അവിടുത്തെ ദേവസ്വം ബോർഡ് ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെയുള്ള ഹിന്ദുക്കളുടെ പരാതി. അപ്പോൾ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നില്ല, ഹിന്ദുക്കളുടെ ആചാരങ്ങളെ സംരക്ഷിക്കുന്നില്ല, ഹിന്ദുവിൻ്റെ സ്വത്തിനെ സംരക്ഷിക്കുന്നില്ല എന്നത് ശബരിമലയിൽ മാത്രമല്ല മുരുകമലയിലും ഇതാണ് നടക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതാണ് അവിടുത്തെ ഹൈക്കോടതി പറഞ്ഞത്, അതാണ് സുപ്രീം കോടതിയും പറഞ്ഞത്. നിങ്ങൾ ദൈവത്തിനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ ശങ്കർദാസെ എന്ന്. ജാമ്യം ചോദിക്കാൻ വന്ന ശങ്കർദാസിനോട് ശബരിമല വിഷയത്തിൽ അദ്ദേഹം പത്മകുമാറിന്റെ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിഷേധിച്ചു. ശങ്കർദാസിന്റെ ജാമ്യത്തിനും ഹൈക്കോടതി സുപ്രീം കോടതി പറഞ്ഞ അതാണ് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞത് എന്നാലും നിങ്ങൾ ദൈവത്തിനെ പോലും വെറുതെ വിടാത്ത ആളാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡുകൾ പല സ്ഥലങ്ങളിൽ നിന്നിട്ട് ഈ തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഭാവിയിൽ സുപ്രീം കോടതി മുമ്പാകെ പോകാൻ പോകുന്ന ഒരു വലിയ ചോദ്യം കൂടിയാണ്, പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയായി മാറും. എനിക്ക് തോന്നുന്നു ഈ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഒരു പ്രശ്നമായി ഇത് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയമസാധ്യതയെക്കുറിച്ച് എനിക്കറിയില്ല. കേന്ദ്രം ഒരു നിയമം കൊണ്ടുവരണം ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള. അത്തരത്തിലൊരു മുറവിളി വളരെയധികം ഉണ്ട്. കാരണം ഹിന്ദുവിൻ്റെ സ്വത്തുക്കൾ, ഹിന്ദുവിൻ്റെ ക്ഷേത്രം, ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ, ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെല്ലാം ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വച്ചിരിക്കുന്ന ബോർഡുകൾ, സർക്കാരിൻ്റെ ഓരോ ബോർഡുകൾ, അല്ലെങ്കിൽ അവിടെ ഡിപ്പാർട്ട്മെൻറ്റാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ ഓരോന്നും ഇതുപോലെ അവരെ വഞ്ചിക്കുന്ന വിധത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഒരു പുതിയ സംവിധാനം ആവശ്യമാണ് എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ മുമ്പിലുണ്ട്, ഈവൻ സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. നാളെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇതൊക്കെ ഉയർന്നു വരാം. ശബരിമലയിലെ ഹൈക്കോടതി വിധികൾ, ഇപ്പോൾ പിന്നെ തിരുച്ചെന്തൂരിൽ വന്നിരിക്കുന്ന തമിഴ്നാടിൻ്റെ ഹൈക്കോടതി വിധികൾ, സുപ്രീം കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ദൈവത്തെ പോലും നിങ്ങൾ വെറുതെ വിടില്ല എന്ന്. ശങ്കർദാസിൻ്റെ ജാമ്യത്തിന് വന്നപ്പോൾ ഉണ്ടായ പിന്നെ വേർഡിങ്സ്, ഉത്തരവല്ലെങ്കിൽ പോലും ആ വേർഡിങ്സുകൾ, പിന്നെ വന്നിട്ടുള്ള പല ഉത്തരവുകൾ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് സുപ്രീം കോടതിയുടെ മുമ്പാകെ പോലും ഇതിനൊരു മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് വരാനുള്ള സാഹചര്യം, അതിനുള്ള നീക്കമൊക്കെ പലരും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ശബരിമല വിഷയം നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇടത് സർക്കാരിന് കേരളത്തിൽ വലിയ തിരിച്ചടി കൊടുത്തു. അപ്പോൾ തിരുപ്പുറക്കുണ്ടം വിഷയം അവിടെ എന്താണോ ഇനി നടക്കാൻ പോകുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം നടക്കുന്നത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അവിടെ അത് പ്രതിഫലിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊപ്പം തന്നെ ഒരു കാറ്റലിസ്റ്റ് പോലെ വിജയ് വിഷയവും വന്നേക്കും അല്ലേ? വന്നേക്കും. അതുപോലെ ഈ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്ഷേത്രങ്ങളെയും മറ്റ് ഒക്കെ ഇത്തരത്തിൽ പണ്ടൊക്കെ അങ്ങനെ ഈസി ആയിട്ട് നടന്നിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ പോകുന്നത് ഒരുപക്ഷെ അവരുടെ വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടുത്താനേ ഉപകരിക്കൂ എന്നുള്ളതാണ്. കേരളത്തിലെ ശബരിമല പ്രശ്നമായാലും ഇനി ഇപ്പോൾ DMK സംബന്ധിച്ചിടത്തോളം, സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വിചാരിക്കുന്നത് ഹിന്ദുവിന് അടി കൊടുത്താൽ അത് ദ്രാവിഡൻ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാവുകയും തനിക്ക് കൂടുതൽ വോട്ട് കിട്ടുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് സ്റ്റാലിൻ അങ്ങനെയുള്ള സ്റ്റാൻഡുകൾ എടുത്തിരുന്നത്. അതുപോലെ തന്നെ പിന്നെ സ്റ്റാലിൻ്റെ പുത്രൻ ഇതുപോലത്തെ ഡയലോഗുകൾ അടിക്കുന്നത്, മസൂരിയെയും പിന്നെ ഡെങ്കിയെയും ഉള്ള അതിന് തുല്യമാണ് ഈ തരം വിശ്വാസങ്ങളെന്നൊക്കെ പറയുന്നത്. അതിന് കാരണവും ഇത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഹിന്ദുവിന് അടി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ദ്രാവിഡ സംസ്കാരത്തിൻ്റെ പഴയ ഒരു പിന്നെ ചൂരും പിന്നെ ഊർജവും ഉയർന്നു വരുമെന്നുള്ളതാണ്. പക്ഷേ കാലം മാറി, മണ്ണ് മാറി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ വിജയിക്കാതായിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് വിജയും തിരുപ്പുറക്കുണ്ടവും ഒരു ഹിന്ദു അവേക്കണിങ്ങും അതോടൊപ്പം വിജയ് എടുക്കുന്ന ഒരു മതേതര സ്റ്റാൻഡും എല്ലാം കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ DMKയെ തള്ളിയിടാൻ അത് ചിലപ്പോൾ ഉപകരിച്ചേക്കും. സാർ, അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, വിജയ് ഒരു ക്രൗഡ് പുള്ളറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പല ഘട്ടങ്ങൾ. അതിനൊരു തിരുത്തില്ല.
ശക്തമായി തന്നെ പോവുകയാണ്, ഒരു വികാരമായി തന്നെ അദ്ദേഹം നിലനിൽക്കുകയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് മെയ്വഴക്കമുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ സപ്പോർട്ടില്ല എന്നുള്ളതും വ്യക്തമായ ഒരു ഫാക്റ്റാണ് അല്ലേ? അതെ. അവിടേക്ക് അണ്ണാമലൈ, അദ്ദേഹം പരിചയസമ്പന്നനാണ്, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി പൊളിറ്റിക്സിലുണ്ട്, ഒട്ടേറെ സ്ഥാനമാനങ്ങൾ അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ജനങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്, പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ കൂടി വിജയുടെ ഒപ്പം ചേരുന്നു. അണ്ണാമലയ്ക്കൊപ്പം BJPയും വരുന്നു. അപ്പോൾ ഇത് നോക്കുമ്പോൾ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസുമുണ്ട്, ഒപ്പം തന്നെ ക്രൗഡുമുണ്ട്. ഇത് രണ്ടും ചേരുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്. ഈ രണ്ടും ചേരുന്നതിനെയാണ് എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്നുള്ളതുമാണ്. അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്റ്റാലിൻ്റെ അടിത്തറ ഇളകുമെന്ന് സ്റ്റാലിനും DMKയ്ക്കും നല്ലപോലെ അറിയാം. കാരണം വിജയ് ഇന്ന് നിൽക്കുമ്പോൾ ആൾ കൂടുന്നുണ്ട്. തേനീച്ചക്കൂടിന് ചുറ്റും പൊതിയുന്നത് പോലെ വിജയ്ക്ക് ചുറ്റും ആൾ കൂടുകയാണ്. ആ ആൾക്കൂട്ടത്തിനെ എന്ത് വന്നാലും പിരിച്ചു മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. കേസ് വന്നാലും മരണം വന്നാലും. അത് അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ്. ഈ ഇപ്പോൾ തമിഴ്നാട്ടിൽ മാത്രമല്ല, വിദേശത്താണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടന്നത്, മലേഷ്യയിൽ. അവിടെ പോലും വിജയ് വിജയ് എന്നുള്ളതിനൊപ്പം തന്നെ TVK എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അതെ, ജനനായകൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ തന്നെ ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു കാഹളം കൂടെയാണ്. അതെ, മറ്റൊരു MGR ആയിട്ട് ഋഷക്കാരൻ വന്നതുപോലെ മറ്റൊരു MGR ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു കാഹളം കൂടെയാണ്. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എങ്ങനെ വേണോ ക്രൗഡ് പുള്ളറായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതായത് MGRനും ജയലളിതയ്ക്കും ശേഷം ഇത്രയും അധികം തമിഴ്നാട്ടുകാരെ പിടിച്ചു നിർത്തിയ ഒരു നേതാവില്ല. ആൾക്കൂട്ടം ഇത്രയധികം ഒരു നേതാവിന് ചുറ്റും ആളിന് ചുറ്റും കൂടുന്നത് വിജയിലാണ്. അപ്പം അത് വിജയ് എന്നുള്ള പൊളിറ്റീഷ്യന് ജനനായകൻ എന്നുള്ള പദവി കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് പറ്റുന്ന തെറ്റുകൾ, ഒന്ന്, രാഷ്ട്രീയ തന്ത്രജ്ഞത അല്പം പോലുമില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയ കരുനീക്കങ്ങൾ അറിയില്ല. എതിരാളി വെട്ടുമ്പോൾ ആ വെട്ടിൽ നിന്ന് എങ്ങനെ തെന്നി മാറണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വീണുപോയത്. അപ്പോൾ ഈ വീണിടത്തു നിന്ന് വീണ്ടും എണീക്കണമെങ്കിൽ തന്നെ ഒരു വലിയ ശക്തി വേണം. ആ ശക്തി അദ്ദേഹത്തിന് ആവശ്യമാണ്. അതിന് എടപ്പാടിയുടെ കൂട്ട്, അണ്ണാമലയുടെ കൂട്ട് ഒക്കെ വളരെ പ്രധാനമാണ്. എടപ്പാടി നല്ലൊരു ഭരണാധികാരിയാണ്, രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. ജയലളിതയുടെയൊക്കെ കൂടെ നിന്ന് അദ്ദേഹം എല്ലാം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായ കാലത്ത് നിലവിളം ചവിട്ടി നിൽക്കുന്ന രാഷ്ട്രീയത്തിലെ കളികളെല്ലാം പൂർണ്ണമായും പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക, അതുപോലെ തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും BJP വളർത്തിയ അണ്ണാമലയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ ഇതിനേക്കാളൊക്കെ പ്രധാനം, നമുക്ക് എത്ര വലിയ ക്രൗഡ് ഉണ്ടെങ്കിൽ ആ ക്രൗഡിനെ പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട് ചെയ്യിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇതിന് താഴെത്തട്ടിലെ ബേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് TVKക്ക് ആ ഒരു ബേസ് ഇല്ല. ഇതൊരു ആൾക്കൂട്ടം മാത്രമാണ്. കോൺഗ്രസിനെ പറയുന്ന പോലെ ഒരു ആൾക്കൂട്ടം മാത്രമാണ്. താഴെത്തട്ടിൽ ഇന്ന് ഭയങ്കര കളികൾ നടക്കും. ആ കളികൾക്കൊപ്പം നിൽക്കാൻ താഴെ ബേസിൽ ആള് വേണം. അത് BJP വേണം, അണ്ണാ DMK വേണം. എങ്കിൽ മാത്രമേ മോളിലെ ഈ താരകത്തിന് തിളങ്ങാൻ സാധിക്കും. താഴത്തെ ഒരു പില്ലറിന്റെ മേളിൽ നിന്നുകൊണ്ട് തിളങ്ങാൻ സാധിക്കും. കാരണം പണ്ട് നമ്മുടെ കമൽഹാസൻ ആ ഒരു വിഷയം ഉണ്ടായിരുന്നു, ക്രൗഡിനെ പുള്ളി ചെയ്തു, പക്ഷെ അത് വോട്ടായില്ല. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു രജനീകാന്തും ക്രൗഡ് പുള്ളറാണ്, എപ്പോഴും രജനീകാന്ത് പേടിച്ചുപോയി, ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരാത്തത് അതുകൊണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ക്രൗഡ് പുള്ളർ മാത്രമായതുകൊണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, അമിതാഭ് ബച്ചൻ ഇറങ്ങിയാൽ എല്ലായിടത്തും ആൾ കൂടും. അമിതാഭ് ബച്ചൻ ഒരു യോഗം വെച്ചാൽ ചിലപ്പം നരേന്ദ്രമോദി യോഗം വെക്കുന്ന അത്രയും ആൾ കൂടിയെന്നിരിക്കും, പക്ഷേ അത് വോട്ടായി മാറില്ല. വോട്ടായി മാറണമെങ്കിൽ നരേന്ദ്രമോദിയുടെ പിന്നിലുള്ള ഒരു സംഘടനാ ശക്തി അപ്പുറത്ത് കിട്ടില്ല. അത് കിട്ടാത്തിടത്തോളം കാലം അവർക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു അമിതാഭ് ബച്ചൻ കിട്ടാത്തത് പോലെയാണ് വിജയ്ക്ക് അല്ലെങ്കിൽ രജനീകാന്തിനൊക്കെ വരുന്ന പ്രശ്നങ്ങൾ. അവർ ഉയർന്നു വരും, ആളെ കൂട്ടും, പക്ഷേ താഴെത്തട്ടിലെ വോട്ടുകൾ പെട്ടിയിൽ എത്തിക്കുന്ന കടമ അവിടെ 10,000-കണക്കിന് ബൂത്തുകളിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകർ നിന്ന് ഒരു ഒരുക്കം നടത്തേണ്ടതുണ്ട്. ആ ഒരുക്കം വന്നാലേ വളരെ നാളുകളായി തമിഴ്നാട്ടിൽ നിൽക്കുന്ന കുടുംബവാഴ്ച ഇടിഞ്ഞു വീഴുകയുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും അജയനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റാലിനും കൂട്ടരും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എതിരാളികൾ ആര് എന്ന ചോദ്യം ഉറക്കെ ചോദിക്കാൻ സാധിക്കുന്നൊരു സാഹചര്യം തമിഴ്നാട് പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു. എതിരാളികൾ ഒരു നേതാവില്ലാതെ അലയുകയായിരുന്നു. അവിടേക്കാണ് വിജയ് വന്നിരിക്കുന്നത്. വിജയ്ക്കൊപ്പം നിൽക്കാൻ അണ്ണാമലൈ കൂടെ ചേർന്നാൽ ആ ഒരു സഖ്യം BJP വിജയ് സഖ്യത്തിലേക്ക് ഉരുത്തിരിഞ്ഞ് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, DMKയുടെ അടിവേരിളക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായിരിക്കും. തെക്കേ ഇന്ത്യയിൽ BJPക്ക് ചുവടുറപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ, ഏറ്റവും ഉറച്ച പ്ലാറ്റ്ഫോമായിരിക്കും തമിഴ്നാട്.
ആ ഒരു നീക്കം നടത്തുവാൻ അമിത്ഷായ്ക്ക് സാധിക്കുമോ എന്നാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച. കാത്തിരിക്കാൻ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന്. വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.